അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ് ചികിത്സിച്ചു വിട്ട കാട്ടുകൊമ്പനെ വീണ്ടും അവശനിലയിൽ കണ്ടെത്തി. കല്ലാല എസ്റ്റേറ്റ് 13-ാം ബ്ലോക്കിലെ തോട്ടിൽ കിടക്കുന്ന നിലയിലാണ് ആനയെ കണ്ടിരിക്കുന്നത്. 2 മാസം മുൻപ് മയക്കുവെടി വെച്ച് ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നതാണ്. ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ആനയുടെ അവസ്ഥ മോശമാണോ? തീർച്ചയായും ആനയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായത് ഈ ആന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുകയും ഇതിന് കാലിന് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ചികിത്സ ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയപ്പോൾ അത് ഫലവത്തായില്ല എന്ന് മാത്രമല്ല, ആനയുടെ നില കൂടുതൽ പരിങ്ങലിലാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ ആനയ്ക്ക് വീണ്ടും പരിക്കേൽക്കുന്നത്. ഈ ആനയുടെ നില നടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അങ്ങനെ വീണ്ടും 2ാമത് മയക്കുവെടി വെച്ച് ആനയ്ക്ക് ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായാണ് ആനയെ വീണ്ടും അവശ നിലയിൽ അതിരപ്പള്ളി കല്ലാല ഭാഗത്തൊക്കെ തന്നെയായി കണ്ടെത്തിയത്. ഈ പ്ലാന്റേഷൻ മേഖലയ്ക്ക് ഉള്ളിൽ നിന്നുള്ള വനപ്രദേശത്തൊക്കെയായി ആന വനപ്രദേശത്തെ ഒരു വെള്ളം നിറഞ്ഞ ഒരു പ്രദേശത്ത് അവശ നിലയിൽ കിടക്കുന്ന നിലയിലാണ്. ഈ കിടക്കുന്നിടത്തേക്ക് വനം വകുപ്പിന്റെ വാച്ചർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വനംവകുപ്പിന്റെ ഡോക്ടർമാരടങ്ങുന്ന സംഘം ആനയുടെ അവസ്ഥ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആനയ്ക്ക് ഈ മരുന്ന് നൽകി എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റേതെങ്കിലും ആനക്കൂട്ടത്തിന്റെ ആക്രമണം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയവും വനംവകുപ്പ് ഡോക്ടർമാർ എന്തായാലും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ആനയുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. ശരിയാണ്, ദൃശ്യങ്ങളിലും വ്യക്തമാണ്. ആന വളരെ അനാരോഗ്യകരമായ അവസ്ഥയിലാണ് എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. നിലവിൽ വനംവകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ട്.